നീ ഇന്നലെ കുടുംബയോധന വരാത്തത് അല്ലെ മോക്ക് പനിയെ എപ്പോ വേണമെങ്കിലും വിളിക്കും, സ്കൈപ്പാന്ന് പറയുമ്പോ ഒരു അതേ കൈപ്പാണെങ്കിൽ കുടിക്കണ്ട കേട്ടോ. മൂന്നാമത്തെ പടമാണ് ഗെയിം ഓവർ. അത് നെറ്റ്ഫ്ലിക്സിൽ വന്ന് അതിന് എനിക്ക് എന്തുമാത്രം ബെനിഫിറ്റ് ആണ് ആ സിനിമയിൽ. പറഞ്ഞ് പൈസ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ പൈസയെക്കാട്ടി ഉപരി ഒരു സസ്റ്റൈനബിലിറ്റി സിനിമയിൽ നിൽക്കാനുള്ള കാരണമാവുന്ന എത്ര സിനിമകൾ എനിക്ക് സാധിച്ചു. ഒരു പിള്ളേർ വന്ന് ഷോർട്ട് ഫിലിമിന് ഡേറ്റ് വന്നിട്ട് പോയി, ഒരു 16-17 ജോർജ് സാറിന്റെ ഒരു പടത്തിന് എന്നെ വിളിച്ചു. അപ്പോൾ 16th വരണം എന്നാണ് അസോസിയേറ്റ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് സാർ ഞാൻ ഷോർട്ട് ഫിലിമിന് ഡേറ്റ് കൊടുത്തു. ഞാൻ ആ സിനിമയിൽ നിന്ന് കട്ടായി. ധീരശൂരൻ അതാണ് എന്റെ നെക്സ്റ്റ് എക്സൈറ്റിംഗ്. ഇവരൊഴിച്ച് ബാക്കിയെല്ലാം നല്ലതാണ്, RDXൽ ഇവരൊഴിച്ചെല്ലാം നല്ലതാണ്, ഭീഷ്മപർവ്വത്തിൽ ഇവരൊഴിച്ചെല്ലാം നല്ലതാണ് എന്ന് പറയുന്ന കമന്റ് വരും. അപ്പൊ അതുകൊണ്ട് ആ വോയിസും അതിലും അങ്ങനെ കമന്റ് ഉണ്ടായിരുന്നു. നാലുപേരും മത്തിക്കറിയും പോലെ നടക്കുന്ന ഇവര് കുളമാക്കി അവരെ കൂടെ കൊണ്ടു എന്നൊക്കെ പറഞ്ഞു. കെമിസ്ട്രി പോലെ ഒരു പരിപാടിയാണ്. H2ഉം Oയും കൂടെ ചേർന്നാലേ വെള്ളം ആവുള്ളൂ. അപ്പൊ നമ്മൾ അതിൽ H2 ആവുന്നില്ല, Oയും ആവുന്നില്ല, അവർക്ക് വെള്ളമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്നിട്ട് കാര്യമുണ്ട്. സത്യസന്ധമായിരിക്കുക എന്നുള്ളത് മാത്രം എനിക്ക് പറ്റുന്നില്ല. നിങ്ങൾ പറയുന്ന പരിപാടി എനിക്ക് പിടികിട്ടുന്നില്ല. നമ്മൾ മാറുക എന്ന് പറയുന്നത് മലയാളത്തിലൊരു ട്രഷറാണ്. ആ സിനിമ എല്ലാവരും തിയേറ്ററിൽ കാണണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ഞാൻ പറയണമെന്ന് വിചാരിച്ചായിരുന്നത്, എനിക്കൊന്ന് എനിക്കും എന്നെ പോലെ പലർക്കും ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ചില സിനിമകളിലെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അങ്ങനെ നിൽക്കുന്ന ഒന്നാണ്. ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു വീട്ടമ്മ, പെട്ടെന്നൊരു മെസ്സേജ് നമ്മളെ തേടിയെത്തുന്നു. അപ്പം ആ ക്യാരക്ടർ എനിക്ക് ശരിക്കും അതില് മലപർവ്വതി എന്ന ആക്ടറിനല്ല, ആ ക്യാരക്ടറിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാരണം അത്രയും ഒരു മെസ്സേജ് വരുമ്പോൾ പോലും മുഖത്ത് ഒരു മൈന്യൂട്ട് ആക്ഷൻസ് ഉണ്ട്, ചെറിയ ബ്ലഷ് ചെയ്യുന്നതായിക്കോട്ടെ, ആ ഒരു വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുന്ന ഒരു ലാസ്റ്റിലെ സീനൊക്കെ ഉണ്ടല്ലോ, അത് കാണുമ്പോൾ ശരിക്കും ആ ഒരു ക്യാരക്ടറിനെ പറ്റി എന്താ ശരിക്കും ചേച്ചിക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ, കുറച്ച് വർഷമായി സിനിമ ഇറങ്ങിയിട്ട്, ആ ഒരു ക്യാരക്ടർ എന്നെ പോലെ തന്നെ ചേച്ചിക്കും അത് ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഞാൻ രതീഷ് പൊതുവാൾ, അദ്ദേഹമാണ് ഡയറക്ടർ. അപ്പോൾ ആ മൊത്തം എക്സ്പീരിയൻസും ഭയങ്കര രസമായിരുന്നു. സാനു ആണ് അതിനകത്ത് DOP ആയിരുന്നത്. ആ മൊത്തം എക്സ്പീരിയൻസ് ഞാൻ ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിട്ട് വെച്ചത്. അത് സിങ് സൗണ്ട് ആയിരുന്നു. ഇപ്പം നമ്മുടെ കയ്യിൽ നമ്മൾ പാറ്റിക്കൊണ്ടിരിക്കുന്നിടത്തു അതെടുത്ത് താഴെ വെച്ച് ലാപ്ടോപ്പ് എടുത്ത് മടി വെച്ച് മെസ്സേജ് കൊടുക്കുന്ന ഒരു സ്ത്രീ എന്നൊക്കെ പറയുന്നത് പെർഫോം ചെയ്യാൻ ഭയങ്കര രസമായിരുന്നു. എന്നുവെച്ചാൽ നീ ഇന്നലെ കുടുംബയോധന വരാത്തത്, കുടുംബശ്രീയുടെ ഇതിന് വരാത്തത്. അപ്പൊ അല്ലെ മോക്ക് പനിയെ എപ്പോ വേണമെങ്കിലും വിളിക്കും, സ്കൈപ്പാന്ന് പറയുമ്പോ ഒരു അതേ കൈപ്പാണെങ്കിൽ കുടിക്കണ്ട കേട്ടോ എന്ന് വിളിച്ചാൽ ആ ആക്ടേഴ്സ് എല്ലാരും വർക്ക്ഷോപ്പ് ഒക്കെ കഴിഞ്ഞ് വന്നവരായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഭയങ്കര ക്ലോസ് ആയിരുന്നു. ഇപ്പൊ അൻപോട് കൺമണി അഭിനയിക്കാൻ പോയപ്പോഴും അവരൊക്കെ കണ്ടു ഓടി വന്ന് ഞങ്ങളെ കെട്ടിപ്പിടിച്ച് ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പൊ അങ്ങനെ അത് ഗ്രൂം ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. അപ്പം അത് വർക്ക് ചെയ്യാനായിട്ട് ഞാനാണെന്നൊക്കെ ഞാൻ മറന്നുപോയി. ഞാൻ കറക്റ്റ് സൗദാമിനിയായിട്ടായിരുന്നു മൊത്തം അതിനകത്ത് ബിഹേവ് ചെയ്യായിരുന്നു. അതുപോലെ കൂടെയല്ല ലില്ലിയുണ്ട്, നല്ല രസമുള്ള ക്യാരക്ടറായിരുന്നു അതിനകത്ത്. ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ്, ഒരുപാട് നല്ല ഡയറക്ടേഴ്സ്. അഞ്ജലി മേനോൻ, മഹേഷ് നാരായണൻ, See You Soon-ലെ മഹേഷ് എനിക്ക് എത്ര വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് തന്നിട്ടുള്ള. ടേക്ക് ഓഫിലെ ആളും See You Soon-ഉം മാലിക്കും തമ്മിൽ ഒരു അന്തരമില്ല, ഒരു ക്യാരക്ടർ ഒന്നിനോടൊന്ന്. അമൽ നീരദിന്റെ ക്യാരക്ടേഴ്സ്, CA-യിലെ അമ്മയല്ല വരത്തനിലെ അമ്മ, വരത്തനിലെ അമ്മയല്ല ഭീഷ്മപർവ്വം. അപ്പൊ വരത്തനിലെ അമ്മ കുറച്ചുകൂടെ കൊനിഷ്ഠമുള്ള ഒരു സ്ത്രീയായിരുന്നു, കുറച്ചും കൂടെ അധികമായി എന്നാണ്. CA-യിലെ അമ്മ എത്ര പാവമായിരുന്നു. അങ്ങനെ ഡയറക്ടേഴ്സ് തന്നെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ആ തരത്തിൽ എനിക്കങ്ങനെ പരാതിയോ പരിഭവമോ ഒന്നുമില്ല. ഞാൻ 39 വയസ്സിൽ അഭിനയിക്കാൻ വന്നാൽ ഞാൻ എത്ര നല്ല കഥാപാത്രങ്ങൾ, എത്ര ഭാഷ അല്ലെ. ഞാൻ ഗെയിം ഓവർ എന്ന് പറഞ്ഞ തമിഴിലെ അശ്വിൻ ശരവണൻ സാറിന്റെ തമിഴ് പടം, ആ ഒരൊറ്റ പടം തമിഴ് തെലുങ്കിൽ ചെയ്തുകൊണ്ട് എത്ര നല്ല വേഷങ്ങൾ എനിക്ക് തമിഴിൽ വന്നതെന്നറിയാം. മേ ബി പൈസ ഒന്നുമല്ല. മനു ആനന്ദ് ചെയ്ത FIR, ടക് ജഗദീശൻ ആനിയുടെ കൂടെ, എല്ലാം ആ സിനിമകളെല്ലാം തന്നെ ഞാൻ ചെയ്തത് ഈ ഒറ്റ പെർഫോമൻസിന്റെ പുറത്താണ്. ഗെയിം ഓവർ നമ്മുടെ നാട്ടിൽ അധികം ആൾക്കാർ കണ്ടിട്ട് പോലും ഇല്ല. താപ്സി പന്നിന്റെ കൂടെ അഭിനയിച്ചത്. അതിനകത്തൊരു മെമ്മറി ടാറ്റൂന്റെ ഒക്കെ ഒരു കഥ പറയുന്ന ഒരു ഡോക്ടർ റീത്ത എന്ന് പറയുന്നത് വളരെ നല്ലൊരു കഥാപാത്രമായിരുന്നു. അപ്പൊ ആ ഗെയിം ഓവർ, ഗ്രേസ് വില്ല പോലെയുള്ള ചില മൈൽ സ്റ്റോൺസ് വന്നാണ് എൻ്റെ കരിയർ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പൊട്ടിയത്. അപ്പൊ അന്യഭാഷയിൽ എന്നെ മലയാളത്തിൽ ഒന്നും അറിഞ്ഞൂടാത്തവരും ഇപ്പോഴാണ് മലയാളം കാണുന്നത്. ഗെയിം ഓവർ കണ്ടിട്ടാണ് എനിക്ക് തെലുങ്ക്, തമിഴ് ഒരുപാട് ഓഫേഴ്സ് വരുമായിരുന്നു. എല്ലാം എനിക്ക് ഏറ്റെടുക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്ക് സുഖമില്ലാത്ത സിനിമ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ടക് ജഗദീഷ് കഴിഞ്ഞ് വന്ന ഒരുപാട് ഓഫേഴ്സ് എനിക്ക് വേണ്ടാന്ന് വെക്കേണ്ടി വന്നു. പക്ഷേ അതിൻ്റെ പ്രയോറിറ്റി എൻ്റെ അച്ഛനും അമ്മയുടെ ഹെൽത്ത് ആയിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും പോയി. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എറണാകുളത്തോട്ട്
വന്നതും വേറെ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ പറയുന്ന ആ ഒരു 1-2 സിനിമകൾ ഇങ്ങനെ ലൈഫിൽ വന്നിട്ടുണ്ട്. ഒരു ഷോർട്ട് ഫിലിം ഒരു ഗ്രേസ് വില്ല ബിനോയ് രവീന്ദ്രൻ ചെയ്തു. ബിനോയ് ഇതുവരെ സിനിമ ചെയ്തിട്ടില്ല, എനിക്ക് വലിയ വിഷമമുള്ള കാര്യം. ബിനോയുടെ ആ ക്യാമറ അന്ന് DOP ആയിരുന്ന ബാഹുൽ രമേശാണ് ഇപ്പോൾ കിഷ്കിന്ധാഗാനത്തിൻ്റെ റൈറ്റ്. അപ്പോൾ അങ്ങനെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ചെറുപ്പക്കാർക്ക് ഒരു പക്ഷേ എൻ്റെ അടുത്ത് സമീപിച്ചാൽ ചേച്ചി വരും, ചേച്ചി നമ്മളിവിടെ വന്ന് വർക്ക് ചെയ്യും എന്നൊക്കെ പറയുന്ന ഒരു ധൈര്യം കിട്ടി. അതെല്ലാം എനിക്ക് ബെനിഫിറ്റ് ചെയ്തു. നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതല്ലായിരുന്നു, ഇവരുടെ കൂടെ ചെയ്യുമ്പോൾ എന്തായാലും അങ്ങനെയല്ല. ബ്രില്യൻ്റ് ആയിട്ടുള്ള പിള്ളേരിൽ സത്യത്തിൽ എനിക്കാണ് അവർ സഹായം ചെയ്തിട്ടുള്ളത്, ഞാൻ അവർക്കൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല. ബിനോയ് ഇപ്പോഴും ഒരു സിനിമ ചെയ്യാനുണ്ട്. ഗെയിം ഓവർ അശ്വിൻ സാറിൻ്റെ മായ എന്ന് പറഞ്ഞ പടം ആണ് ഫസ്റ്റ്. രണ്ടാമത്തത് ഇരുവൈക്കാലം, ഇതുവരെ വന്നിട്ടില്ല SJ സൂര്യയുടെ. മൂന്നാമത്തെ പടമാണ് ഗെയിം ഓവർ. അത് നെറ്റ്ഫ്ലിക്സിൽ വന്ന് അതിന് എനിക്ക് എന്തുമാത്രം ബെനിഫിറ്റാണ് ആ സിനിമയിൽ. പറഞ്ഞ് പൈസ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ പൈസയെക്കാട്ടി ഉപരി ഒരു സസ്റ്റൈനബിലിറ്റി സിനിമയിൽ നിൽക്കാനുള്ള കാരണമാവുന്ന എത്ര സിനിമകൾ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെയും ഷോർട്ട് ഫിലിമിലൂടെ ഒരു സിനിമയിൽ വന്നിട്ട് ഷോർട്ട് ഫിലിം ചെയ്തു, അവിടെ നിന്ന് ഒരു ലൈഫ് ചേഞ്ച് ആയ ഒരു ഗ്രാഫ് ഉണ്ടായിരുന്നു. പിന്നെയും ഷോർട്ട് ഫിലിംസിന്റെ ഇതുപോലെ പുതിയ ആൾക്കാരുടെ ഷോർട്ട് ഫിലിംസിന്റെ ഓഫേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് ഏറ്റെടുത്ത് ചെയ്യുമോ? കഴിഞ്ഞ ദിവസം വിവറ്റ് കാജലിന്റെ ഒരെണ്ണം ചെയ്തു കൊടുത്തായിരുന്നു ഞാൻ. ഒരു വിവറ്റിന്റെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു കൊടുത്തു. ഓളാട എന്ന് പറഞ്ഞിട്ട് ഷമാസ് ജംഷീറിന്റെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു കൊടുത്തിരുന്നു. അപ്പൊ ഇപ്പൊ എന്താ വെച്ചാൽ വലിയ പടങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഷോർട്ട് ഫിലിമിന് കൊണ്ട് ഡേറ്റ് കൊടുത്താൽ എല്ലാം ക്ലാഷ് ആവും. അപ്പോൾ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ നമ്മൾ ഞാൻ അതിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിന് ഉദാഹരണം പറഞ്ഞുതരാം. ഒരു പിള്ളേർ വന്ന് ഷോർട്ട് ഫിലിമിന് ഡേറ്റ് വന്നിട്ട് പോയി, ഒരു 16-17. അപ്പോൾ അത് കഴിഞ്ഞ് ലൈലയാണെന്ന് തോന്നുന്നു, ജോർജ് സാറിൻ്റെ ഒരു പടത്തിന് എന്നെ വിളിച്ചു. അപ്പോൾ 16th വരണം എന്നാണ് അസോസിയേറ്റ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത് സാർ ഞാൻ ഷോർട്ട് ഫിലിമിന് ഡേറ്റ് കൊടുത്തു. ഞാൻ ആ സിനിമയിൽ നിന്ന് കട്ടായി. ഞാൻ വിചാരിച്ചു പിള്ളേരുടേതല്ലേ, ഒരു വലിയ പടമല്ലേ, അപ്പൊ പിള്ളേരൊരു ഡേറ്റ് വാങ്ങിച്ചു വെച്ചാൽ അവർക്ക് ചിലപ്പോൾ ക്യാമറ എടുക്കാൻ. അപ്പൊ ഞാൻ അറിയാതൊക്കെ പറഞ്ഞും പോയി. സിനിമയിൽ രണ്ടും പോയി. ഈ ഷോർട്ട് ഫിലിം കൊണ്ട് നടന്നില്ല, സിനിമയിൽ നടന്നില്ല. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ വിളിച്ച് ജോർജ് സാറിൻ്റെ അടുത്ത് പ്രദീപ് രംഗൻ, നമ്മുടെ മേക്കപ്പിലെ പ്രദീപ് രംഗൻ പറഞ്ഞു ജോർജ് സാറിനോട് അങ്ങനെ മിസ്സായി പോയി എന്ന് ഞാൻ പറഞ്ഞു ഒന്ന് വിളിച്ചു നോക്ക്, അത് ഓർമ്മയുണ്ടാവും. ഞാൻ പറഞ്ഞു അങ്ങനെ ഓർമ്മ ആണോ, ഇത്രയും വർഷം ഇല്ല, സൂത്രക്കാരൻ്റെ സെറ്റിലായിരുന്നു. അങ്ങനെ ഞാൻ വിളിച്ചു ജോർജ് സാറിനെ. വിളിച്ചപ്പോ ഞാൻ ഇങ്ങനെ ഹലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മാലാ പാർവതി ഇങ്ങോട്ട്, എന്റെ ശബ്ദം മനസ്സിലായി, ഷോക്കായി. സാർ മുമ്പൊരു സിനിമയ്ക്ക് വിളിച്ച സാർ, എനിക്ക് അന്നൊരു ഞാനിങ്ങനെ ഷോർട്ട് ഫിലിം എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് വരാൻ പറ്റിയില്ല സാർ, അത് എന്ന് പറയാൻ 4 വർഷം എടുത്തോന്ന് എന്റെ അടുത്ത പടം പൊറിഞ്ചോറിയ ജ്യൂസായിരുന്നു. ഹരിശ്രീ അശോകൻ സാറിന്റെ മകന്റെ, അശോകന്റെ മകന്റെ അർജുന്റെ കല്യാണത്തിന് ഞാൻ പോയപ്പോ ജോർജ് സാറിനെ കണ്ടു. ഞാൻ വിളിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു, വിളിച്ചു പൊറിഞ്ചോറിയ ജ്യൂസിന്. അങ്ങനെ ഞാൻ അത്രയും തന്നെ ഈ ഷോർട്ട് ഫിലിമിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെയാണ് മനസ്സിലാക്കിയ വലിയ പടം വരുമ്പോൾ അങ്ങനെ ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കൂല. പക്ഷെ ഒരുപാട് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഷോർട്ട് ഫിലിം ചെയ്ത് പ്രൂവ് ചെയ്തിട്ട് സിനിമ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ചേച്ചിയുടെ ഇനി വരാൻ പോകുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാണ്? എൻ്റെ പ്രോജക്റ്റ് ഒരു ശശിധർ എന്ന് പറഞ്ഞൊരു കന്നഡിക ഡയറക്ടർ മലയാളത്തിലൊരു സിനിമ ചെയ്തിട്ടുണ്ട്. ശ്രീനാഥ് ഭാസിയാണ് അതിൻ്റെ ലീഡ്. അതിനകത്ത് ഞാനൊരു അമ്മ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, എന്ന് വെച്ചാൽ നമുക്കെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കഥയാണ്. അത് ഷൂട്ട് കഴിഞ്ഞു. അൻപോട് കൺമണിയാണ് റിലീസിനുള്ളത്. അർജുൻ അശോകനും അനഘ നാരായണനും രണ്ടുപേരുടെയും ബ്രില്യൻ പെർഫോമൻസും ഒരുപാട് സ്ത്രീകൾക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും. പിന്നെ 3 തമിഴ് പ്രോജക്റ്റാണ്. ഒന്ന് ആര്യൻ എന്ന് പറയും, വിഷ്ണു വിശാലിന്റെ ഒരു പടം. പ്രവീൺ, മലയാളിയായിട്ടുള്ള ഒരു ഡയറക്ടർ, ഗൗതം വാസുദേവൻ സാറിന്റെ കൂടെ ആയിരുന്നു വർക്ക് ചെയ്തിരുന്ന പ്രവീണിന്റെ പടമുണ്ട്. വീരധീരശൂരൻ, അതാണ് എൻ്റെ എന്താ നെക്സ്റ്റ് എക്സൈറ്റിംഗ് പ്രോജക്റ്റ്. ചിത്ത കണ്ടില്ലേ? ചിത്തയുടെ ഡയറക്ടർ സുവരൺകുമാർ സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. നമ്മൾ സെലിബ്രേറ്റഡ് ചിയാൻ വിക്രം അദ്ദേഹത്തിന്റെ കൂടെ. മലയാളത്തിലെ സുരാജ് സാറിന്റെ ആദ്യത്തെ തമിഴ് പടമാണ്. പിന്നെ SJ സൂര്യൻ, 3 പേരും ഉള്ള ഒരു വലിയ പടത്തിന്റെ ഭാഗമാണ്. നല്ല ക്യാരക്ടറാണ്. എൻ്റെ ക്യാരക്ടറിനെ പറ്റി കുറച്ച് പറയാൻ പറ്റുമോ? പറഞ്ഞോളാനൊന്നും ഉള്ള അനുവാദം തന്നിട്ടില്ല, ലുക്കൊന്നും വെളിവിട്ടിട്ടില്ല, കഥ അറിഞ്ഞൂടാ. പക്ഷെ സിനിമയിലുണ്ടെന്ന് പറയാം, അത്രേ ഉള്ളൂ. നല്ല ക്യാരക്ടറാണ്, പവർഫുൾ ക്യാരക്ടറാണ്. അപ്പൊ അത്. പിന്നെ വേറെ ഇനി ഒരു വെബ് സീരീസ് ഉണ്ട് തമിഴിൽ തന്നെ നടക്കുന്നത്. അത് ഏത് OTT ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. റോഷൻ മാത്യു ഒക്കെ വർക്ക് ചെയ്യുന്നു.
പിന്നെ ഒരു തമിഴ് പടം, അത് ഡിസംബറിൽ തുടങ്ങും. അതിൽ 4-5 തമിഴ് പ്രോജക്റ്റിലാണ്. മലയാളത്തിൽ ഈ ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞിട്ട് ശശിധർ ഡയറക്റ്റ് ചെയ്യുന്ന, അത് ഞാൻ പ്രതീക്ഷയോടെ കാണുന്ന ഒരു സിനിമ. വലിയ പടമൊന്നും ആയിരിക്കത്തില്ല, പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു പടമാണ്. ഈ എങ്ങനെയാണ് ഈ ലോൺ എടുക്കുന്നത്, എങ്ങനെയാണ് EMI അടയ്ക്കുന്നത്, എങ്ങനെയാണ് ഇതിന്റെ തട്ടിപ്പ് വരുന്നത് എന്നൊക്കെ പറയുന്ന കുറച്ചൊരു എഡ്യൂക്കേഷൻ സ്വഭാവമുള്ള, എന്നാൽ ഒരു റിയൽ ആയിട്ടുള്ള അതിനകത്ത് അമ്മയും മകന്റെ റിലേഷൻഷിപ്പ് ഒക്കെ ഭയങ്കര ചില്ലാണ്. ഞാൻ ഭാസിയുടെ വർക്ക് ചെയ്യാൻ ഭയങ്കര, ശ്രീനാഥ് ഭാസിയുടെ വർക്ക് ചെയ്യാൻ ഭയങ്കര രസമാണ്. ബ്രില്യന്റ് ആക്ടർ അല്ലേ, പൊളിയാണ് വർക്ക് ചെയ്യാൻ. ഇതിന്റെ കൂടെ തന്നെ ഇടയ്ക്ക് മാത്രം വന്നൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ടും കൂടെ വന്നു പോകുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഡബിങ്ങിന്റെ ഇങ്ങനെ വിളിക്കുന്നതാണോ അതോ ചേച്ചിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതാണോ? വല്ലപ്പോഴും മാത്രമായിരിക്കും ഒരു സിനിമയിൽ വന്ന് ഡബ് ചെയ്യുന്നത്. എല്ലാം മനസ്സിലായിട്ടുണ്ടോ? സൗണ്ട് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. സീതാരാമത്തിലെ രോഹിണി ചേച്ചി അവരുടെ ശബ്ദം ചെയ്തു, മലയാളത്തിൽ ഡബ് ചെയ്തു. ജയ് മഹീന്ദ്രയില് സുഹാസിനി മാമിന് വോയിസ് കൊടുത്തു. അതൊക്കെ കുറെ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. അവരെല്ലാം എന്റെ കുറെ കമന്റ് ചെയ്ത ആൾക്കാരുണ്ട്. ഈ പടത്തിൽ ബാലാപാർവതി ഒഴിച്ച് ബാക്കിയെല്ലാം നല്ലതാണ് എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമ ARM ഇവരൊഴിച്ച് ബാക്കിയെല്ലാം നല്ലതാണ്, RDXൽ ഇവരൊഴിച്ചെല്ലാം നല്ലതാണ്, ഭീഷ്മപർവത്തിൽ ഇവരൊഴിച്ചെല്ലാം നല്ലതാണ് എന്ന് പറയുന്ന കമന്റ് വരും. അപ്പൊ അതുകൊണ്ട് ആ വോയിസും അങ്ങനെ കമന്റ് ഉണ്ടായിരുന്നു. നാലുപേ മത്തിക്കറിയും പോലെ നടക്കുന്നത് ഇവർ കുളമാക്കി അവരെ കൂടെ കൊന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പൊതുവെ നല്ല അഭിപ്രായമാണ്. സൈജു കുറുപ്പ് എന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഇഷ്ടമാണ് സൈജുവിനെ. ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, ആൻഡ്രോയിഡ് കുഞ്ഞപ്പിള്ളി മാത്രമേ ഉണ്ടായിരുന്നില്ല, കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. സൈജു എന്നെ വിളിച്ച് പറഞ്ഞു ചേച്ചി നന്നായിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ അവരുടെ ഒരു റിയൽ ആയിട്ടുള്ള സുഹാസിനി മാം കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള ഇന്റർനേഷൻസും റെൻഡിഷൻസും ഒക്കെ എടുത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പൊ ഈ ചിലപ്പോൾ ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചേരത്തില്ലെന്നൊക്കെ പറഞ്ഞാലും മേക്കേഴ്സിന് ചിലപ്പോൾ വേറൊരു പെർസ്പെക്റ്റീവ് ആയിരിക്കും. അപ്പൊ എനിക്കെപ്പോഴും ഡയറക്ടറിന് ഓക്കെ ആയിരിക്കണം. അത് കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് പറഞ്ഞാലും എന്റെ വിഷയമല്ല. ഡയറക്ടറിന് 100% സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. വർക്കിംഗ് അല്ലെങ്കിൽ തിരിച്ചു പോകാറുണ്ട്. സിനിമയിൽ നിന്ന് ഞാൻ വിട്ടിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഡയറക്ടറിനെ ഞാൻ പറയുന്ന അവർ പറയുന്നിടത്തോട്ട് എനിക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് തോന്നുമ്പം വെച്ച് മതിയാക്കി നമ്മൾ പിരിയുന്നതാണ് നല്ലത്, എനിക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ശ്രമം ഉപേക്ഷിച്ച് പോയിട്ടുള്ള ആളും കൂടിയാണ് ഞാൻ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോ അത് കരിയറിൽ എന്തെങ്കിലും പ്രശ്നം വരുന്നതായിട്ടോ അങ്ങനെ? ഇത് എന്താണെന്നറിയാം, ഇത് പിന്നെ കെമിസ്ട്രി പോലെ ഒരു പരിപാടിയാണ്. H2ഉം Oയും കൂടെ ചേർന്നാലേ വെള്ളം ആവുള്ളൂ. അപ്പൊ നമ്മൾ അതിൽ H2 ആവുന്നില്ല, Oയും ആവുന്നില്ല, അവർക്ക് വെള്ളമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്നിട്ട് കാര്യമുണ്ടോ? സത്യസന്ധമായിരിക്കുക എന്നുള്ളത് മാത്രം എനിക്ക് പറ്റുന്നില്ല. നിങ്ങൾ പറയുന്ന പരിപാടി എനിക്ക് പിടികിട്ടുന്നില്ല. നമ്മൾ മാറുക എന്ന് പറയുന്ന, എനിക്കതാണ് കുറച്ചുകൂടെ ഓണസ്റ്റ് എന്ന് തോന്നുന്നു. എല്ലാവർക്കും ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. ഇതൊരു മാജിക് ഒന്നും ഇതിനകത്തില്ല. ചിലത് നമ്മൾ വരുമ്പോൾ അവർക്ക് അവരുടെ മനസ്സിലെ രൂപമായിരിക്കത്തില്ല നമ്മള്. അപ്പൊ അവർ എത്ര നോക്കിയാലും ഇവരെന്തീ കാണിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അത് കുറച്ചു പ്രാവശ്യം നമുക്ക് മനസ്സിലാവും നമ്മൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് നെർവസ് ആയിട്ടൊക്കെ ഉള്ള ഒരാളും കൂടിയാണ്. എനിക്ക് ഭയങ്കര സപ്പോർട്ട് വേണം ഡയറക്ടേഴ്സിന്, എന്നാലേ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവരിടയ്ക്ക് അടിപൊളി എന്നൊക്കെ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. അത് കേട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കുറവുമുണ്ട്. അപ്പൊ അത് ആ ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ അവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് എനിക്ക് അഭിനയിക്കാൻ പറ്റത്തില്ല. ഭയങ്കരമായിട്ട് കരച്ചിൽ വരികയും ഭയങ്കരമായിട്ട് വിഷമിക്കുകയും ഒക്കെ ചെയ്യും. ഇമോഷണൽ ആണ്. അയ്യോ ആണോന്നോ, ഭയങ്കരമായിട്ടാണ്. അതെ. അപ്പം ഒരുപാട് സന്തോഷം. എനിക്ക് നേരത്തെ, ഞാൻ ആദ്യം ഇത് പറയണമെന്ന് വിചാരിച്ചു, എനിക്ക് നേരത്തെ ചേച്ചിയുടെ ഇന്റർവ്യൂ എടുക്കാൻ ഒരവസരം കിട്ടിയിട്ട് അതെനിക്ക് ഇന്ന് എടുക്കാൻ പറ്റില്ല. മാസ്റ്റർ പീസ് ഇറങ്ങിയ ടൈമില് എന്ത് പറ്റിയതാണ് അന്ന്, എനിക്ക് എന്താ സംഭവം എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഇന്റർവ്യൂ എടുക്കാനായിട്ട് റിലീസായ അന്നാണെന്തോ ഞാൻ ബിഞ്ച് വാച്ച് ചെയ്ത്, ഫുൾ എപ്പിസോഡ് ഞാൻ ബിഞ്ച് വാച്ച് ചെയ്ത്, ഇപ്പൊ നെക്സ്റ്റ് ഡേ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഫുൾ ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് എല്ലാം വന്ന്. പക്ഷെ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ വീണ്ടും ഇപ്പോൾ പാർവതി ചേച്ചിയുടെ ഇങ്ങനെ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് കൂടെ കേട്ടാണ്. എന്നെ കുറെ നാളായിട്ട് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആക്ട്രസ് ആണ്. കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് ഓക്കെ, നമ്മൾ ചില ആൾക്കാരുണ്ടല്ലോ സ്ക്രീനിൽ കാണുമ്പോൾ നേരിട്ട് വരുമ്പം വേറൊരു പേഴ്സൺ ആയിരിക്കും, നമ്മുടെ മനസ്സിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കില്ല. പക്ഷെ നീ കണ്ടപ്പോഴും അത്ര കൈൻഡ് ആയിട്ടുള്ള, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണും. ഒരുപാട് സന്തോഷം ചേച്ചിയോട് സംസാരിക്കാനും ഒരു ഇന്റർവ്യൂ ചെയ്യാനും ഒക്കെ പറ്റിയതിലൊക്കെ. കുറച്ച് സോഫ്റ്റ്. അതെ. ഇപ്പം എന്തായാലും മുറ വളരെ സക്സസ്ഫുൾ ആയി തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സന്തോഷം. അത് എനിക്ക് വേണ്ടിയൊന്നും അല്ല. ഇപ്പൊ ഞാനത് ആദ്യം തൊട്ടേ പറഞ്ഞ ഈ പടത്തില് ഇപ്പൊ ഞാനും
സുരാജ് സാറൊക്കെ അഭിനയിച്ച് കുറെ പുതിയ പിള്ളേരുടെ കൂടെ ഇവർ അഭിനയിച്ച് ഇവർ വേറൊരു ക്യാരക്ടറൊക്കെ പിടിച്ചിട്ടുണ്ട് കൊള്ളാന്നൊക്കെ പറയും. പക്ഷെ ആ കുട്ടികളില്ലേ, ആ 4 പേര്, 4 പേരും അല്ല 7 പേര് സത്യത്തില്. എന്റെ മകനായിട്ട് അതിനകത്ത് അഭിനയിക്കുന്ന അക്ഷയെ കുറിച്ച് ആരും പറയുന്നില്ല. അവന് ചെറിയ സമയം കൊണ്ട് ബ്രില്യൻ പെർഫോമൻസ് ഫൈറ്റ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കിടിലാണെന്ന് വെച്ചാൽ അവൻ ചെറിയ സമയം കൊണ്ടാണ് ആ ഒരു വില്ലനി അങ്ങോട്ട് ആ ഒരു നെഗറ്റിവിറ്റി അങ്ങോട്ട് ഉണ്ടാക്കുന്നത്. നമ്മളിങ്ങനെ കൊല്ലടാവനെ എന്ന് പറയുന്ന തരത്തിൽ ഒരു അഡ്രിനൽ റഷ് ഉണ്ടാക്കുന്ന തരത്തിൽ അവന് പെർഫോമൻസ് കൊണ്ട് പിടിച്ച അവന്റെ ഫസ്റ്റ് സിനിമയാ. അവനെ ആരും പറയുന്നില്ല, അവനെ ഇഷ്ടപ്പെടാത്തോണ്ട് തന്നെ അവനെ കുറിച്ച് ആരും പറയുന്നില്ല. അക്ഷയ്, രാഹുൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ടുള്ള അക്ഷയ്, അതുപോലെ തമിഴില് വന്നിട്ടുള്ള കൃഷ് ഹാസൻ, വിക്കി, അതുപോലെ അനുജിത്ത്, യദു, ഋതു ഹാരുൺ, നമ്മുടെ അനന്തുവിന്റെ ക്യാരക്ടർ ചെയ്ത ഋതു ഹാരുൺ, അതുപോലെ സജി ജോബൻ, ഈ 7 പേരും അതിനകത്ത് പിന്നെ ചുക്ലിയായിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ കണ്ണൻ നായരായിട്ട് വന്നിട്ടുള്ള ഒരു ബ്രില്യൻറ്റ് ആക്ടേഴ്സ്. അമ്മമാരുടെ വേഷം ചെയ്ത ആശാലക്ഷ്മി, ഞങ്ങളുടെ കോളേജില് മ്യൂസിക് എം എ ആ കുട്ടി. എനിക്ക് തോന്നുന്നു അത് മനുവിന്റെ അമ്മയായിട്ട് അഭിനയിച്ചാണ്, മനുവിന്റെ അമ്മയാണെന്ന് തോന്നുന്നു. ആരുടെ അമ്മയാ? മനുവിന്റെ അമ്മയാണെന്ന് തോന്നുന്നു. അപ്പൊ ആശലക്ഷ്മിയുടെയൊക്കെ ഒരുപാട് അമ്മമാരെയൊക്കെ, ജോബിന്റെ അമ്മയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് വലിയ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. അവിടെ ആ മരണ സീനിൽ ഞാൻ വരുമ്പോൾ അവരോട് ഇരുന്ന് കരയുന്ന സീക്വൻസ് ആണ്. ഞാൻ സ്കൂളിലോട്ട് വരുമ്പോൾ അവരോട് ഇരിപ്പുണ്ടായിരുന്നു. ആശ ആരുടെ അമ്മയാന്ന് ഞാൻ ചോദിച്ചില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് പേരെ ഓഡിഷൻ ചെയ്ത് ഒരുപാട് പുതുമുഖങ്ങളാണ്. അപ്പൊ ഇവരെ ഒന്നും ആൾക്കാർ മറക്കാൻ പാടില്ല. സിനിമ തിയേറ്ററിൽ പോയി കണ്ടാൽ ഇവരെല്ലാം മനസ്സിൽ നിൽക്കും. OTT ആണെങ്കിൽ ചിലപ്പോൾ ഒരു 100 ജോലിക്കിടയ്ക്ക് കുറച്ചു നേരം കണ്ട് അതെന്തോ അയ്യൊക്കെ അത് പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞാൽ പലരെയും നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യത. മലയാളത്തിന് ഒരു ട്രഷറാണ് മുറ. ആ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അതെ, തിയേറ്ററിൽ ഇപ്പൊ ഹൗസ്ഫുൾ ഷോസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തിയേറ്റേഴ്സ് ഒക്കെ കൂടി പിന്നെ ചെറിയ സ്ക്രീൻസ് വലിയ സ്ക്രീൻസിലോട്ട് മാറുന്നു എന്നുള്ള നല്ല വർത്താനം കേൾക്കുന്നു. ഫിംഗേഴ്സ് ക്രോസ്ഡ്. കാരണം മുസ്തഫ ബ്രില്യൻ ഡയറക്ടറാണ്, നല്ല റൈറ്ററാണ്, DOP ഗംഭീരമാണ്, ടെക്നീഷ്യൻസ് ക്രിസ്റ്റി ജോബി എന്ന് പറഞ്ഞ പയ്യന്റെ മ്യൂസിക്, എൻ്റെ അമ്മോ, ചില കീർത്തനങ്ങളൊക്കെ വീണയൊക്കെ വായിക്കുന്ന മരണത്തിന്റെയൊക്കെ സമയത്തൊക്കെ വേറെ ലെവല് പരിപാടി. അങ്ങനെ ഓരോ ഏരിയയും, ചമന്റെ എഡിറ്റ് തുടങ്ങി എല്ലാം കിഡിലുമാണ്. പിന്നെ പിള്ളേരുടെ പെർഫോമൻസ്. അപ്പൊ അതിലെപ്പോഴും യങ്സ്റ്റേഴ്സിന്, പുതുമുഖങ്ങൾക്ക് അപ്രീസിയേഷൻ കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ പരമപ്രധാനമായ കാര്യം. അതിന് നമുക്കൊരു നമ്മളുടെ വാക്ക് ഹെൽപ്പ് ചെയ്യുമെങ്കിൽ, നമ്മുടെ വാക്ക് കേട്ട് ഒരാളെങ്കിലും തിയേറ്ററിൽ എത്തുമെങ്കിൽ അതിനുവേണ്ടി 100 വേണം സംസാരിക്കും. അതെ, ഉറപ്പായിട്ടും. അപ്പം ഒരുപാട് സന്തോഷം ചേച്ചി. മുറ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ്. കുറച്ച് ഇമോഷണൽ ആയോ പറഞ്ഞപ്പോ? കാരണം എനിക്ക് ഇടയ്ക്കൊക്കെ ഞങ്ങൾ പേടിച്ചു ഈ പടം ഓടൂലേന്നൊക്കെ. ഇല്ല, ആൾക്കാര് കണ്ടിട്ട് മറ്റേ ഒരു ഇതില്ലായിരുന്നു, സിനിമ കണ്ടിട്ട് ഒരാൾ വന്ന് കരഞ്ഞോണ്ട് കെട്ടിപ്പിടിച്ചൊക്കെ തന്നെ എല്ലാവർക്കും ഇമോഷണലി അത്ര കണക്ട്. പിന്നെ മലയാളത്തിലും വയലൻസ് ഉള്ള സിനിമകൾ അധികം വന്നിട്ടില്ല. മുറ വന്നപ്പോ അത് കാണാൻ വേണ്ടിയിട്ടും എല്ലാ ഓഡിയൻസും. ചില ആൾക്കാർ ഇപ്പൊ ഈ വയലൻസിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞോട്ടെ ഞാൻ. മുറയുടെ കാര്യത്തിൽ വയലൻസ് എന്ന് പറഞ്ഞാലേ ജസ്റ്റിഫൈഡ് വയലൻസ് ആണ്. ഒരു സ്ത്രീയെ ഉപദ്രവിക്കുന്നില്ല. അപ്പൊ എന്നോട് ഇപ്പൊ ചിലർ വന്ന് ചോദിച്ചു വയലൻസ് എന്ന് പറയുമ്പോൾ സ്ത്രീകളെ ഉപദ്രവിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള വയലൻസ് അല്ല. ആ വയലൻസ് ഒക്കെ ജസ്റ്റിഫൈഡ് ആണ്. ഇവർക്ക് ഈ ഒരു പിന്നെ എന്താ കൈവെട്ടുന്ന സീക്വൻസ് ആണ് അത് ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞത്. അതിനു മുമ്പ് ആ പിള്ളേരെ ഉപദ്രവിച്ചതോ? അതെ, അങ്ങനെയല്ല. അതൊരു ജസ്റ്റിഫൈഡ് ആണ് ആ സിനിമയിലെ വയലൻസ്. വയലൻസിനെ ന്യായീകരിക്കില്ല. അതുകൊണ്ടാണ് പിന്നെ സെൻസർ ബോർഡ് ഒന്നും കട്ട് ചെയ്യാത്ത സീൻസ് ആണ്. നിയോ നോയർ ഒരു തരം ഒരു ബാണിയാണ് എന്ന് വെച്ചാൽ അതൊരു ഒരു ടൈപ്പ് ഓഫ് ഫിലിംസ് ആണ്. അതില് നിയോ നോയർ ഫിലിംസിലെ ഒരു ഗംഭീര സിനിമ തന്നെയാണ് നമ്മുടെ മുറ. അതുകൊണ്ട് അത് ആൾക്കാർ കാണണം. ഉറപ്പായിട്ടും സിനിമ കണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയാണ്. കാരണം വയലൻസ് ഉള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഹൃദുവിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഹൃദുവിന്റെ അടുത്തും പറഞ്ഞ ആ ഒരു ക്യാരക്ടറും ഹൃദുവിന്റെ ലാസ്റ്റ് ഒക്കെ വരുമ്പോൾ ആ ഒരു മേക്കപ്പ് ഒക്കെ വെച്ചിട്ട് ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു ചെയ്തതൊക്കെ. ശബ്ദത്തിന്റെ മോഡുലേഷൻ ഒക്കെ ശ്രദ്ധിച്ച ഹൃദുവിന്റെ എനിക്ക് ആ ഒരു പ്രായത്തിലുള്ള ഒരു അഗ്രസീവ് ഒക്കെ ഇവരെല്ലാരും ഈക്വലി എല്ലാവർക്കും അത്ര ട്രെയിനിങ്ങും കിട്ടിയിട്ടുണ്ട്. അത്ര ബെറ്റർ ആയിട്ട് തന്നെ ചെയ്തോണ്ടിരിക്കുകയാണ്. ഷാറുഖ് ഖാനാണോ? ഷാറുഖ് ഖാൻ അവൻ കപ്പാസിറ്റി ഉള്ളവനാ. എന്ന് വെച്ചാൽ ആക്ടറാണ്, ചാമിങ് ആണ്, നല്ല കിടില പിള്ളേരാ. ഇത് നല്ല പിള്ളേരത്. അപ്പൊ എന്തായാലും ഒരുപാട് അവസരങ്ങൾ ഇതുപോലെ തന്നെയുള്ള ഒരുപാട് നല്ല താങ്ക് യു. ഇപ്പം എനിക്ക് ഇനിയും കാണാം. ഇപ്പം
വിക്രത്തിന്റെ കൂടെയൊക്കെ സിനിമ ചെയ്യാൻ പോകുന്നുണ്ട്. ആൻഡ് മലയാളത്തിലും മറ്റു ഭാഷകളിലും തമിഴിലും തെലുങ്കിലും ഒക്കെ ആയിട്ട് ഒരുപാട് സിനിമകളൊക്കെ വരുന്നുണ്ടല്ലോ, ബാക്ക് ടു ബാക്ക് സിനിമകൾ വരുന്നു. അപ്പം ഇനിയും കാണണം, ഇങ്ങനെ ഇരിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ നമുക്ക് കാണാൻ എപ്പോ പറ്റും. വിളിച്ചാലും വരാം. താങ്ക് യു സോ മച്ച് ചേച്ചി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കണ്ണു കാണാൻ എന്ത് ഭംഗിയാ. ഞാൻ ഐ മേക്കപ്പ് അങ്ങനെ ചെയ്യില്ലായിരുന്നു. ഇന്നുമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. താങ്ക്സ്. നല്ല രസം. കണ്ണിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല, ഇങ്ങനെ ഇരിക്കുന്നു. നല്ല ഭംഗിയാ കാണാൻ, ചിരിയും കണ്ണും ഒക്കെ. താങ്ക് യു. ഇനി ചിരി പോവുകയില്ല. റോളിംഗ് ആണോ? അത് കിട്ടിയല്ലോ അല്ലേ?